ഹലോ കൂട്ടുകാരെ, പവിത്ര സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ച നമ്മൾ പവിത്ര സീരിയലിൽ കാണാൻ പോണത് അച്ചമ്മ ഒരു പ്ലാനും കൊണ്ടാണ് കേട്ടോ വരുന്നത്. രാമായണ മാസമാവുകൊണ്ട് സീതാദേവിയുടെയും ശ്രീരാമൻ്റെയും വിഗ്രഹം വേദര വീട്ടിലും വിക്രമത്തിൻ്റെ വീട്ടിലും വെച്ച് പൂജിച്ചാൽ രണ്ട് കുടുംബത്തിനും എല്ലാ ഐശ്വര്യങ്ങളും വന്ന് ചേരുന്നൊക്കെ അച്ചമ്മ പറയുന്നത്. രണ്ട് കുടുംബത്തിനെ ഒന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഐഡിയ കൊണ്ട് മുത്തശ്ശിയും അച്ചമ്മയും കൂടി പ്ലാൻ ചെയ്യണത് കേട്ടോ. രണ്ടാളും കൂടി ഇവരെ രണ്ടാളും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാളും കൂടി പ്ലാൻ ആക്കണത്. ആ സമയത്ത് ഇവരുടെ വീട്ടിലൊക്കെ പൂജിക്കുന്നത് വേദര വീട്ടിലും കൊണ്ടുപോയിട്ട് ഈ വിഗ്രഹം പൂജിക്കാൻ വേണ്ടി അവിടുത്തെ കുറേ ചടങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വളക്കൊക്കെ കൊളുത്തി വിക്രമിനെയും വേദേനെയൊക്കെ ഉള്ളിലേക്ക് കയറ്റുന്നുണ്ട്. ആ സമയത്ത് വേദയ്ക്ക് ആണെങ്കിൽ വർഷയുടെ കുട്ടീനെ കൊഞ്ചിക്കാനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അവളെ ഏട്ടൻ്റെ കുട്ടീനെ ഒന്ന് എടുക്കാനും കൊഞ്ചാനൊക്കെ ഒന്ന് ഉള്ള ഒരു ചാൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. അവളതൊക്കെ എടുത്ത് കൊഞ്ഞനുണ്ട്. ആ സമയത്താണ് നമ്മളെ നന്ദിനി എടുത്തിയും വർഷയും കൂടി ഒരു പ്ലാൻ ഒപ്പിക്കണത്. അവർ പറയുന്നുണ്ട് നമ്മൾ ആരെങ്കിലും ഇവിടുന്ന് ഈ ചടങ്ങ് മുഴുവൻ കൊളാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വർഷ ചേച്ചി ഓടി വന്ന് എല്ലാവരോടും പറയുന്നുണ്ട് എൻ്റെ 4 വള കാണാനില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രമിന് ഇത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. വിക്രം അച്ചമ്മോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അച്ചമ്മ അതിനൊക്കെ കാരണം സീതാരാമ വിഗ്രഹം പൂജ കുടുംബത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചമ്മയാണ് ഇതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് വിക്രം അച്ചമ്മോട് നല്ല ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് എല്ലാവർക്കും സങ്കടം വരുന്നുണ്ട്. വേദയ്ക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നിന്നാണെങ്കിൽ വേദരേട്ടൻ വിക്രമത്തിൻ്റെ കുടുംബത്തിനെയും ഓരോന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അപമാനിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വന്ന് വേദരേട്ടൻ അടിക്കാനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.